നമസ്കാരം. പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ തള്ളിവിട്ട വാദങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നത്. കൂടാതെ ശ്രീനഗർ എയർബേസ് പൂർണ്ണമായി തകർത്തു തുടങ്ങിയ നിരവധി വ്യാജ പ്രചാരണങ്ങൾ പാക് അനുകൂല സമൂഹ മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നു. എന്നാൽ ഇതിനൊന്നും തെളിവ് കാണിക്കാൻ പാകിസ്ഥാന് കഴിയുന്നുമില്ല. അതിനാൽ തന്നെ പാകിസ്ഥാൻ നടത്തുന്നത് വെറും തള്ളാണെന്നും വ്യക്തമായി. ഇതിനിടയിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവനയെ ട്രോളുകയാണ് സോഷ്യൽ മീഡിയ. റഫാൽ ഉൾപ്പെടെ ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം. CNN നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ഈ അവകാശവാദം ഉന്നയിച്ചത്. ഇതോടെ മാധ്യമപ്രവർത്തക തെളിവ് ആവശ്യപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്നായിരുന്നു ഖ്വാജ ആസിഫിന്റെ പ്രതികരണം. സോഷ്യൽ മീഡിയയിലെ തെളിവല്ല, നിങ്ങളുടെ പക്കലുള്ള തെളിവ് എവിടെയെന്നും അവതാരക ചോദിച്ചു. ഇതോടെ ഖ്വാജ ആസിഫിന് ഉത്തരമില്ലാതെയായി. നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്കെതിരെ വലിയ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. പാക് വിമാനമായ F-16 ഇന്നലെ കശ്മീരിലെ പാമ്പോറിൽ തകർന്നു വീണിരുന്നു. വുയനിലെ സ്കൂളിന് സമീപം വിമാനം തകർന്നു വീണതായി പ്രദേശവാസികളാണ് സൈന്യത്തെ വിവരം അറിയിച്ചത്. അതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് വിമാനത്തെ ഇന്ത്യ വെടിവെച്ചിട്ടതാണെന്നത് പോലും പാക് പ്രതിരോധ മന്ത്രിക്ക് അറിയില്ലേ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിർത്തികളിൽ ഇന്ത്യ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ലാഹോറിൽ പട്ടാളം പടയൊരുക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പ്രദേശവാസികളെ സുരക്ഷാ സേന മാറ്റിപ്പാർപ്പിക്കുകയാണ്. ഇന്ത്യൻ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്നും പാക് സൈന്യത്തിന് അധികാരം നൽകിയെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ലാഹോറിനും ഇസ്ലാമാബാദിനും മേലെയുള്ള വ്യോമപാത പാകിസ്ഥാൻ താൽക്കാലികമായി അടച്ചു. ഒരു യാത്രാ വിമാനങ്ങൾക്കും ഈ പ്രദേശത്തുകൂടെ പറക്കാൻ അനുമതിയില്ലെന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യൻ തിരിച്ചടിയെ തുടർന്ന് ബുധനാഴ്ച 48 മണിക്കൂർ പാകിസ്ഥാൻ വ്യോമഗതാഗതം നിരോധിച്ചിരുന്നു. അതേസമയം ഇന്ത്യ അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണ്. പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ച് നീക്കങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ സേനയുടെ എല്ലാ യൂണിറ്റുകളുമായും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിവരം. നിയന്ത്രണ രേഖയിൽ സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് പാക് സൈന്യം ശക്തമായ ഷെല്ലാക്രമണം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് രാജ്യം ഒറ്റക്കെട്ടായും പിന്തുണ നൽകി. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ അഭിമാന നിമിഷമെന്നാണ് വിശേഷിപ്പിച്ചത്. സ്തുത്യർഹമായ ജോലിക്കും കുറ്റമറ്റമായി ആസൂത്രണം ചെയ്ത പദ്ധതി കുറ്റമറ്റതായി നടപ്പിലാക്കിയതിനും സായുധ സേനയെ യോഗത്തിൽ മോദി പ്രശംസിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം വേർഷനും ഇന്ത്യ തയ്യാറാക്കുകയാണ്. പാകിസ്ഥാൻ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഏതു സമയം ഇന്ത്യ തിരിച്ചാക്രമിക്കും. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിൽ ആക്രമണം നടത്തി തക്ക മറുപടി കൊടുത്ത ഇന്ത്യൻ സായുധ സേനയിൽ അഭിമാനമുണ്ടെന്നായിരുന്നു നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയ കോൺഗ്രസ് യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചത്. നമ്മുടെ സായുധ സേനകളിൽ അഭിമാനമുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ സേനയ്ക്കൊപ്പമുണ്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. 26 നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാത്തിരുന്ന് കൃത്യമായി മറുപടി നൽകിയത് രാജ്യം എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്. 21 പാക് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ പട്ടികയിലുള്ളത്. അതിൽ 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്.